നവകേരള സദസ്സിന്റെ പ്രചരണത്തിനായും സർക്കാർ ചിലവഴിച്ചത് കോടികൾ 14 കോടിയോളം രൂപ സർക്കാർ പ്രചരണത്തിനായി അനുവദിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നടത്തിയ നവകേരള സദസ്സിൽ 90% പരാതികളും പരിഹരിക്കപ്പെട്ടിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, നമുക്കറിയാം എല്ലാവരുടെയും പരാതികൾക്ക് പരിഹാരം കാണുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അവകാശപ്പെട്ടുകൊണ്ടാണ് നവകേരള സദസ്സ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നവകേരള സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ സർക്കാർ അന്ന് അവകാശപ്പെട്ടത് ഇത്തരമൊരു വാദമാണ്. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഈ നവകേരള സദസ്സിനായി ചിലവഴിച്ചിരിക്കുന്നത് കോടികളാണ്. അതിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രചരണത്തിനായി മാത്രം 14 കോടിയോളം രൂപ ചിലവഴിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് മാത്രം ഈ 14 കോടിയോളം രൂപ ചെലവഴിച്ചു എന്നതാണ് ഇവിടെ ഏറെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗൗരവതരമായ ഒരു വിഷയമായി എടുത്ത് കാട്ടേണ്ടത്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഇത് LDFന്റെ പ്രചാരണ പരിപാടി സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നു എന്നൊരു വിമർശനം വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ പ്രചാരണത്തിന് മാത്രം ഈ 14 കോടി രൂപ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാർ വിനിയോഗിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ്. ഇതിൽ പ്രധാനമായും 8-ാം തീയതിയാണ് ഈ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഡെപ്യൂട്ടി സെക്രട്ടറി പബ്ലിക് റിലേഷൻ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 4 വിഭാഗങ്ങളിലായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. അതിൽ ഫീൽഡ് പബ്ലിസിറ്റി വിഭാഗത്തിന് മാത്രമായി 1,97,95,440 രൂപ വിനിയോഗിച്ചിട്ടുണ്ട്. ഇത് ഔട്ട്ഡോർ പബ്ലിസിറ്റി പ്ലാൻ എന്ന വിഭാഗത്തിലാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ പബ്ലിക്കേഷൻ വിഭാഗം എന്ന തലത്തിൽ 10,05,527 രൂപ ഇതിൽ വിനിയോഗിച്ചിട്ടുണ്ട്. ഇത് പബ്ലിസിറ്റി മെറ്റീരിയൽസ് പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുക വിനിയോഗിച്ചിരിക്കുന്നതെന്ന് ഈ ഉത്തരവിൽ പറയുന്നു. ഇത് കൂടാതെ മീഡിയ റിലേഷൻ വിഭാഗത്തിൽ പ്രധാനമായും സംസ്ഥാനതല മീഡിയ സെന്ററുകൾക്ക് 5 ലക്ഷം രൂപ, ജില്ലകൾക്കുള്ള മീഡിയ സെന്ററും അതിന്റെ പ്രചാരണ പരിപാടികൾക്കുമായി ഒരു ജില്ല ഒന്നിന് 5 ലക്ഷം രൂപ വീത, അങ്ങനെ 70 ലക്ഷം രൂപ, സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് 50 ലക്ഷം രൂപ, അങ്ങനെയാണ് ഈ തുക വിനിയോഗിച്ചിരിക്കുന്നത്. കൂടുതലും സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ തുക വിനിയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഒരു വിഭാഗം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗമാണ്. ഇതിൽ 50 ലക്ഷം രൂപയും വിനിയോഗിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായും വീഡിയോ ഡോക്യുമെന്ററികൾ തയ്യാറാക്കുക, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന വലിയ ഈ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇടപെടുന്ന തരത്തിലേക്കുള്ള വലിയ പ്രചാരണ വീഡിയോകൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 50 ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടുള്ളത്. ആകെ അനുവദിച്ചിട്ടുള്ള തുക 13,73,967 രൂപയാണ്. ഈ തുക അനുവദിച്ചുകൊണ്ട് ഇതിന് ഭരണാനുമതി നൽകിക്കൊണ്ടാണ് ഗവൺമെന്റ് സെക്രട്ടറി ഈ 8-ാം തീയതി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാർ ഈ പ്രചാരണ പരിപാടികൾക്ക് മാത്രമായി ഇത്രയും തുക ചെലവഴിക്കുന്നു. പക്ഷേ ഈ പ്രചാരണ പരിപാടികൾക്ക് മാത്രം വിനിയോഗിച്ചിരിക്കുന്ന തുക ഈ ഉത്തരവിൽ എടുത്തു പറയുന്നു. ഇത് അല്ലാതെ നവകേരള സദസ്സിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള തുക വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റ് രീതിയിൽ കണക്കാക്കണമെന്നും അത് പ്രത്യേകം കണക്കാക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോടികൾ നവകേരള സദസ്സിന് വിനിയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രചാരണത്തിന് മാത്രമുള്ള തുകയാണ് ഈ 14 കോടിയോളം രൂപ ചെലവഴിച്ചിരിക്കുന്നത്. ആദ്യ ഘട്ടം മുതൽ ഉയർന്ന വിവാദങ്ങൾക്ക് വിവാദങ്ങൾ അതിന്റെ പരിശോധനകളിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ സർക്കാർ കോടികൾ പൊടിച്ചുകൊണ്ടാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് എന്ന വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്.